ആരോഗ്യത്തിന് ഗുരുതരമായ ഭീഷണി ഉണർത്തുന്ന അനധികൃത സൗന്ദര്യവർദ്ധക ചികിത്സകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാനൊരുങ്ങി ദുബായ് പോലീസ്. വീടുകളും അപ്പാർട്ട്മെന്റുകളും കേന്ദ്രീകരിച്ച് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പൊതുജനങ്ങൾ ഇത്തരം വ്യാജന്മാരുടെ കെണിയിൽ വീഴരുതെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. സമൂഹ മാധ്യമങ്ങളിൽ ആകർഷകമായ പരസ്യങ്ങളും കുറഞ്ഞ നിരക്കിലുള്ള ചികിത്സകളും വാഗ്ദാനം ചെയ്താണ് ഇവർ ആളുകളെ വഞ്ചിക്കുന്നത്. ദുബായിലെ ആരോഗ്യവകുപ്പിന്റെ കർശനമായ നിയമങ്ങൾ നിലനിൽക്കെയാണ് ഈ അനധികൃത പ്രവർത്തനങ്ങൾ വ്യാപകമാകുന്നത്. സൗന്ദര്യവർദ്ധക ചികിത്സകൾ ലൈസൻസ് ഉള്ള ഡോക്ടർമാർക്കും ക്ലിനിക്കുകൾക്കും മാത്രമേ അനുവാദമുള്ളൂ. എന്നാൽ യാതൊരു യോഗ്യതയോ പരിശീലനമോ ഇല്ലാത്ത ആളുകളാണ് ഇത്തരം ചികിത്സകൾ നടത്തുന്നത്. അടുത്തിടെയായി ദുബായ് പോലീസ് നടത്തിയ പരിശോധനകളിൽ അനധികൃതമായി സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകൾ നടത്തിയ 3 സ്ത്രീകളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെയാണ് ഇത്തരക്കാർക്കെതിരായ പരിശോധനകളും നിയമ നടപടികളും കൂടുതൽ ഊർജിതമാക്കാൻ പോലീസ് തീരുമാനിച്ചത്. അനധികൃതമായി സൗന്ദര്യവർദ്ധക ചികിത്സകൾ നടത്തുന്നവർ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഗുണനിലവാരം കുറഞ്ഞതും അപകടകരമായ രാസവസ്തുക്കൾ അടങ്ങിയതുമാണെന്ന് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ വൃത്തിഹീനമായ സാഹചര്യങ്ങളിലാണ് പലപ്പോഴും ചികിത്സകൾ നടത്തുന്നത്. ശരിയായ അണുവിമുക്തമാക്കൽ സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ അണുബാധകൾക്ക് സാധ്യത വളരെ കൂടുതലാണ്. ബോട്ടോക്സ്, ഫില്ലറുകൾ, ലിപ്പോസക്ഷൻ, മൂക്കിനും ചുണ്ടിനും രൂപമാറ്റം വരുത്തുന്ന ശസ്ത്രക്രിയകൾ തുടങ്ങിയവയാണ് സാധാരണയായി അനധികൃതമായി നടത്താറുള്ളത്. ഈ ചികിത്സകൾക്ക് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ, ഉപകരണങ്ങൾ എന്നിവ സുരക്ഷിതമല്ലാത്തതിനാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളോ ചിലപ്പോൾ ജീവൻ തന്നെ നഷ്ടമാകുന്ന അവസ്ഥയോ ഉണ്ടാകാം. വ്യാജ ചികിത്സകരുടെ കെണിയിൽ വീഴുന്ന പലരും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുമായി ആശുപത്രികളിൽ ചികിത്സ തേടാറുണ്ടെന്ന് അധികൃതർ പറയുന്നു. മുഖം വികൃതമാകുക, അണുബാധകൾ, ചർമ്മരോഗങ്ങൾ, ശ്വാസം മുട്ടൽ തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളാണ് ഇത്തരം ചികിത്സകൾക്ക് ശേഷം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ചില സന്ദർഭങ്ങളിൽ ഇത്തരം തെറ്റായ ചികിത്സകൾക്ക് ശേഷം രോഗികൾക്ക് വീണ്ടും യഥാർത്ഥ ചികിത്സ തേടേണ്ടി വരുന്നു. ഇത് വലിയ സാമ്പത്തിക നഷ്ടത്തിനും മാനസിക സമ്മർദ്ദത്തിനും കാരണമാകും. പൊതുജനങ്ങൾ വ്യാജ പരസ്യങ്ങളിൽ വീഴാതെ അംഗീകൃത സ്ഥാപനങ്ങളിൽ മാത്രം ചികിത്സ തേടേണ്ടതിന്റെ പ്രാധാന്യം ദുബായ് പോലീസ് എടുത്തു പറയുന്നു. ഒരു സൗന്ദര്യവർദ്ധക ചികിത്സയ്ക്ക് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ക്ലിനിക്കിന്റെയും ചികിത്സകരുടെയും ലൈസൻസ് ഉറപ്പുവരുത്തുക, ചികിത്സ തേടുന്ന ക്ലിനിക്കിന്റെ വൃത്തിയും സുരക്ഷിതത്വവും ഉറപ്പാക്കുക, ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ചോദിച്ചറിയുക, മറ്റു രോഗികളിൽ നിന്ന് അഭിപ്രായം തേടുക. അനധികൃതമായി സൗന്ദര്യവർദ്ധക ചികിത്സകൾ നടത്തുന്നവർക്ക് കനത്ത പിഴയും തടവ് ശിക്ഷയും ലഭിക്കും. നിയമപരമായ നടപടികൾക്ക് പുറമെ പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനും പോലീസ് ശ്രമിക്കുന്നുണ്ട്. ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുകയാണെങ്കിൽ ദുബായ് പോലീസിലോ ആരോഗ്യ വകുപ്പിലോ അറിയിക്കണമെന്ന് പൊതുജനങ്ങളോട് പോലീസ് അഭ്യർത്ഥിച്ചു. സമൂഹത്തിന്റെ കൂട്ടായ സഹകരണത്തിലൂടെ മാത്രമേ ഇത്തരം ഗുരുതരമായ പ്രശ്നങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയൂ. ഓരോ വ്യക്തിയുടെയും ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കേണ്ടത് സമൂഹത്തിന്റെ കൂട്ടായ ഉത്തരവാദിത്തമാണ്. ദുബായിലെ ആരോഗ്യമേഖലയുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. വ്യാജ ചികിത്സകൾക്കെതിരെ ശക്തമായ നടപടികൾ തുടരുമെന്നും പൊതുജനങ്ങൾക്ക് സുരക്ഷിതമായ ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ആരോഗ്യപരമായ കാര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ലെന്നും സംശയമുള്ള സാഹചര്യങ്ങളിൽ ഉടൻ തന്നെ അധികൃതരെ വിവരം അറിയിക്കണമെന്നും ദുബായ് പോലീസ് ഓർമ്മിപ്പിക്കുന്നു.